ഗ്രാമീണ യുവതീ-യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നബാർഡ് അടുത്തിടെ ആരംഭിച്ച പുതിയ പദ്ധതി ഗ്രാമോദ്യമം. ഗ്രാമീണ യുവതീ-യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നബാർഡ് അടുത്തിടെ ആരംഭിച്ച പുതിയ പദ്ധതി ഗ്രാമോദ്യമം. സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ നിർമ്മിതബുദ്ധി സാക്ഷരതാ പദ്ധതിയായ വിജ്ഞാനബേരി AI സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ നിയോജകമണ്ഡലം തിരൂർ. സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ നിർമ്മിതബുദ്ധി സാക്ഷരതാ പദ്ധതിയായ വിജ്ഞാനബേരി AI സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ നിയോജകമണ്ഡലം തിരൂർ. കേരളത്തിലെ ആദ്യത്തെ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ. കേരളത്തിലെ ആദ്യത്തെ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കണിച്ചാർ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ നിയന്ത്രിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ നിയന്ത്രിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ച പ്രശസ്തമായ ഉഞ്ചാ ജീരകം, ഉഞ്ചാ പെരുംജീരകം എന്നിവ ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? ഗുജറാത്ത്. അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ച പ്രശസ്തമായ ഉഞ്ചാ ജീരകം, ഉഞ്ചാ പെരുംജീരകം എന്നിവ ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? ഗുജറാത്ത്. 2028-29 കാലയളവിൽ UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായി ഇന്ത്യ ഔദ്യോഗികമായി ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര്? ശാന്തി. 2028-29 കാലയളവിൽ UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായി ഇന്ത്യ ഔദ്യോഗികമായി ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് ശാന്തി.